നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് ഓഫ് ഫോംസ് ഐഡിയൽ വെസ് ഫിസിക്കൽ, അതുപോലെ തന്നെ നമ്മൾ ഓസിമാൻഡിയസ് പോം ഈ ഒരു പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് വെച്ച് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് ഓഫ് ഫോം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്ലേറ്റോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഇൻ ദിസ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും, അതായത് ഒരു ഐഡിയയുടെ അല്ലെങ്കിൽ ഒരു ഫോമിൻ്റെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പിയാണെന്നാണ് പറയുന്നത്. ഈ ഫോം എന്ന് പറയുന്നത് മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ്, അത് അൺചേഞ്ചിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോമിൻ്റെ ഷാഡോസ് അല്ലെങ്കിൽ മിയർ കോപ്പീസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഐഡിയലും ഫിസിക്കലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്ത് നോക്കുന്നത്. ഐഡിയൽ എന്ന് വെച്ചാൽ ഫോമും ഫിസിക്കൽ എന്ന് വെച്ചാൽ കോപ്പിയും, അങ്ങനെ വേണം മനസ്സിൽ കരുതാൻ. അപ്പോൾ ഐഡിയൽ എന്ന് വെച്ചാൽ പെർഫെക്റ്റും അൺചേഞ്ചിങ്ങും ആണ്. ഫിസിക്കൽ അതായത് വെറും ഇതിൻ്റെ കോപ്പി എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റും ആണ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഐഡിയൽ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫിസിക്കൽ അല്ലെങ്കിൽ കോപ്പി എന്ന് പറയുന്നത് മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐഡിയ ഓഫ് എ പെർഫെക്റ്റ് സർക്കിൾ, അതിൻ്റെ ഐഡിയലിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു പെർഫെക്റ്റ് സർക്കിളിൻ്റെ ഐഡിയ നമ്മുടെ മനസ്സിലുള്ളത്, അത് നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കുമ്പം അത് എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കോപ്പി എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിളായിട്ട് ഇദ്ദേഹം പറയുന്നത് ഒരു പെർഫെക്റ്റ് ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ചെയർ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഐഡിയാസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിനെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, മെറ്റീരിയൽ വേൾഡിൽ നമ്മളത് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നമുക്ക് പെർഫെക്റ്റ് ആണെന്നോ അതേ ഷേപ്പ് ആണെന്നോ നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. എല്ലാ ചെയർസും വെറും കോപ്പീസാണ്. ടോളാകാം, സ്മോൾ ആകാം, വുഡൻ ആവാം, പ്ലാസ്റ്റിക് ആവാം, പക്ഷെ ഒന്നിനെ നമുക്ക് പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബ്യൂട്ടിയും. ട്രൂ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളൊരു ഫോം, അതാണ്. അത് പെർഫെക്റ്റും എറ്റേണലും ആണ്. പക്ഷെ ഫിസിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അത് ഫെയ്ഡ് ആവും അല്ലെങ്കിൽ ചേഞ്ച് ആവും. അതായത് നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ്, അയാൾ കാണാൻ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണ്, അയാളുടെ 20s-ലും 30s-ലും ഒക്കെ ആണെങ്കിൽ അയാൾ കാണാൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മുടെ മനസ്സിൽ അയാളുടെ അടുത്തുള്ള ലവ് എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അയാളുടെ ബ്യൂട്ടിയെയോ ഫിസിക്കലായിട്ടുള്ള കാര്യത്തിനെയോ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല. അയാൾ കുറച്ച് കഴിയുമ്പോൾ വയസ്സാവും അല്ലേ, അയാളുടെ ബോഡിയിൽ ചുളിവുകൾ വീഴും, റിങ്കിൾസ് ഒക്കെ ആവും, ബോഡിയൊക്കെ ഡീഫോംഡ് ആവാൻ തുടങ്ങും അല്ലേ, ഓൾഡ് ഏജിലോട്ട് കടക്കും, ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലുള്ള അവസ്ഥ കാണത്തില്ല. അതായത് ആ ഫിസിക്കൽ വേൾഡിലുള്ള മെറ്റീരിയൽ വേൾഡിലുള്ള ആ ഒരു ഷേപ്പിന് ബ്യൂട്ടിക്ക് വ്യത്യാസം വരുവാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ട്രൂ ലവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഒന്നും വകവയ്ക്കത്തില്ല. നമ്മുടെ മനസ്സിൽ ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെയെല്ലാം മാറ്റി വെച്ച് സ്നേഹിക്കും. ഈ ഓൾഡ് ഏജ് ഒന്നും നമുക്കൊരു പ്രശ്നമേ ആയിരിക്കത്തില്ല. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റോ ബിലീവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോൾസ് എന്ന് പറയുന്നത് ഈ ഫോമുകളെ റിമെമ്പർ ചെയ്യുന്നു. ബിക്കോസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വേൾഡ് ഓഫ് ഫോംസിലായിരുന്നു നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതൊരിച്ചിരി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒന്നുമില്ല, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ നമ്മുടെ ആത്മാക്കൾ എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഈ വേൾഡ് ഓഫ് ഫോംസിലായിരുന്നു. ഏറ്റവും റിയൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസിലായിരുന്നു നമ്മൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും ആ ബ്യൂട്ടിയുടെ ആ ഒരു ഫോമിനെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞ 2 വേൾഡ് ഉണ്ട്, വേൾഡ് ഓഫ് ഫോംസും ഉണ്ട്, ദ ഫിസിക്കൽ വേൾഡും ഉണ്ട്. വേൾഡ് ഓഫ് ഫോം എന്ന് വെച്ചാൽ ഐഡിയൽ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും, അൺചേഞ്ചിങ് ആയിരിക്കും. ഫിസിക്കൽ വേൾഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇംപെർഫെക്റ്റ് ആയിരിക്കും, ചേഞ്ചിങ് ആയിരിക്കും, വെറും കോപ്പീസ് മാത്രമായിരിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ ഓസിമാൻഡിയസ് എന്നുള്ള പോയത്തിനകത്ത് നമുക്ക് നോക്കാം. ഈ പോയത്തിനകത്തൊരു ട്രാവലർ വളരെ വലിയ ഗ്രേറ്റ് കിങ് ആയിട്ടുള്ള ഓസിമാൻഡിയസിൻ്റെ സ്റ്റാച്യു കാണുവാണ്. ആ സ്റ്റാച്യു വളരെ റൂയിൻഡ് ആണ്. ആ ഫിസിക്കൽ സ്റ്റാച്യു വൺസ് ഇറ്റ് വാസ് എ സിമ്പിൾ ഓഫ് പവർ ആയിരുന്നുവെങ്കിൽ പക്ഷേ ഇപ്പോൾ അത് ബ്രോക്കൺ ആൻഡ് ഡീക്കേഡ് ആണ്. അപ്പോൾ പ്ലേറ്റോ എന്താ പറഞ്ഞാൽ എല്ലാ ഫിസിക്കൽ തിങ്സും ലാസ്റ്റ് ചെയ്യത്തില്ല, അത് ബ്രേക്ക് ആവും, ചേഞ്ച് ആവും, വാനിഷ് ആവും ടൈം മൂവ് ചെയ്യുന്നതിനനുസരിച്ച്. ഇനി ഇതിനകത്ത് വരുന്ന ഐഡിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐഡിയ അല്ലെങ്കിൽ മെസ്സേജ് ഓഫ് പ്രൈഡ്, അംബീഷൻ ആൻഡ് ഹ്യൂമൻ പവർ ഇപ്പോഴും സ്റ്റിൽ പ്രസന്റ് ആണ്. പക്ഷേ സ്റ്റാച്യു എന്താണ്? റൂയിൻഡ് ആണ്. അതായത് ഈ രാജാവിൻ്റെ മഹത്വം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ സ്റ്റാച്യു ഉണ്ടല്ലോ, ആ രാജാവിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാച്യു എന്ന് പറയുന്നത് വെറും കോപ്പി മാത്രമാണല്ലോ. അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ടൈമിനെ ഒരിക്കലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് തകർന്നടിയത്തേ ഉള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ അറഗൻസ് എന്ന് പറയുന്നത് എന്താണ്? ടൈംലെസ് ആണ്. ഫിസിക്കൽ ഫോം ക്രംബിൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നന്മകൾ ആളുകളുടെ മനസ്സിൽ കാണും. ആളുകളുടെ മനസ്സാണ് ഈ ഫോം എന്ന് പറയുന്നത്, ഐഡിയൽ എന്ന് പറയുന്നത്, ഐഡിയൽ ഫോം.
പക്ഷേ അതിനു വേണ്ടി ഇപ്പോൾ ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിമ അങ്ങ് സ്ഥാപിക്കുക. ആ പ്രതിമ പിന്നെ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അത് വെറും കോപ്പിയാണ്. ആ ആളിൻ്റെ വെറും കോപ്പിയാണ് ഈ പ്രതിമയെന്ന് പറയുന്നത്. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും, തകർന്നു പോയിക്കൊണ്ടിരിക്കും, അല്ലേ? അത് ടൈംലെസ് ആണെന്ന് നമുക്ക് പിന്നെന്താ പറയുക ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ സ്കൾപ്ചർ എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ കോൾഡ് കമാൻഡ്, അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു അരഗൻസ് ഒക്കെ ഇങ്ങനെ പതിയാൻ വേണ്ടി, ഈ സ്റ്റോണിനകത്ത് പതിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റോ ബിലീവ് ചെയ്തിരിക്കുന്ന ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഫിസിക്കൽ വേൾഡിൻ്റെ ഇമിറ്റേഷൻ മാത്രമാണ്. പക്ഷേ ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഐഡിയൽ വേൾഡിൻ്റെ ഇമിറ്റേഷനാണ്. സോ ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് കോപ്പി ഓഫ് എ കോപ്പി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ട്രൂത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഈ സ്റ്റാച്യു എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോം ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്ലേറ്റോ പറയുന്നത് വെച്ചാൽ പോം ഒരാളുടെ ഫിസിക്കൽ ഗ്ലോറിയാണ് കാണിക്കുന്നത്, അത് വെറും ടെമ്പററിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത്, ഐഡിയാസ്, മോറൽ ലെസൺസ് എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിൽ കാണും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ അരിസ്റ്റോട്ടിലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് സോൾ, ബ്യൂട്ടി, ആർട്ട് ആൻഡ് നേച്ചറും കീറ്റ്സിൻ്റെ എൻഡിമിയോണും എങ്ങനെ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ സോൾ എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു ഫോമാണ്. ഈ സോളാണ് ലിവിങ് തിങ്സിനെല്ലാം ലൈഫ് കൊടുക്കുന്നത്. ആത്മാവാണല്ലോ നമുക്ക് ലൈഫ് തരുന്നത്. എല്ലാ ലിവിങ് തിങ്സിനും സോളുണ്ട്, പക്ഷേ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സാണ്. പ്ലാന്റ്സിന് എന്താണ്? ഗ്രോത്തിനും റീപ്രൊഡക്ഷനും വേണ്ടിയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സോളാണ് ഉള്ളത്. ആനിമൽസിന് സെൻസിറ്റീവാണ് സോള്, അതായത് മൂവ്മെൻറ്റും സെൻസസിനും ഉള്ളത്. ഹ്യൂമൻസിന് റാഷണലാണ്, നമ്മൾ തിങ്ക് ചെയ്യുക, റീസണിങ് ചെയ്യുന്ന ആളുകളാണ്. ഇത് കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സോളും ബോഡിയും സെപ്പറേറ്റ് അല്ല. അതാണ് നമ്മുടെ ബോഡിയെ എലൈവാക്കി മാറ്റുന്നതെന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത് ഓർഡർ, ഹാർമണി ആൻഡ് പ്രപ്പോർഷൻ, ഇങ്ങനെയാണ് ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു സാധനം നമ്മൾ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ബാലൻസ് കാണും, ഒരു യൂണിറ്റി കാണും, അതിനൊരു പേർപ്പസ് കാണും. ഇപ്പോൾ ഒരു സ്റ്റാച്യു ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് വെൽ ഷേപ്ഡ് ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും, ലൈഫ് ലൈക്ക് ആയിരിക്കും. അതായത് ജീവനുള്ളതുപോലെ തോന്നുവാണെങ്കിൽ നമ്മളതിനെ ബ്യൂട്ടിഫുൾ എന്ന് പറയാം, അല്ലേ? ഇനി ആർട്ട് അല്ലെങ്കിൽ മിമസിസ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്നുള്ള കോൺസെപ്റ്റാണ്. അരിസ്റ്റോട്ടിൽ ബിലീവ് ചെയ്തിരിക്കുന്ന ആർട്ട് എന്ന് വെച്ചാൽ ലൈഫിൻ്റെ ഇമിറ്റേഷനാണ്, അല്ലാതെ കോപ്പിയല്ല. അതായത് ലൈഫ് എങ്ങനെയാണോ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡീപ്പർ റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നത്. പക്ഷേ പ്ലേറ്റോ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അൺലൈക്ക് പ്ലേറ്റോ, അതെ, പ്ലേറ്റോയ്ക്ക് ഇഷ്ടമല്ല ഈ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം. അരിസ്റ്റോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇമിറ്റേഷനെ നല്ലതായിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇമിറ്റേഷൻ വഴി നമുക്ക് പഠിക്കാൻ സാധിക്കുകയും ഇമിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുകയും പ്ലീസ് ചെയ്യുകയും നമുക്ക് യൂണിവേഴ്സൽ ട്രൂത്ത് കാണിക്കുകയും ചെയ്യുന്ന കാര്യമാണെന്നാണ് അരിസ്റ്റോട്ടിൽ ഈ എന്തിനെ പറയുന്നത്? ഈ ഇമിറ്റേഷനെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈഡിപ്പസ് റെക്സ് എന്ന് പറഞ്ഞൊരു ട്രാജഡി, അത് ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഹ്യൂമൻ നേച്ചർ, ഇമോഷൻസും ഒരാളുടെ ജീവിതത്തിൽ ഫേറ്റിൻ്റെ പ്ലേയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? അരിസ്റ്റോട്ടിൽ നേച്ചറിനെ പർപ്പസ്ഫുൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് നേച്ചറിലെ എല്ലാ കാര്യത്തിനും ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സീഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് ട്രീ ആയി വളരാനാണ്. അതാണ് അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അതായത് എവറിത്തിങ് ഹാസ് ആൻ എൻഡ് ഗോൾ, അതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് നേച്ചർ എന്താണ്? അതിന് ടുവേർഡ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു ബേർഡിൻ്റെ വിങ് വരുന്നത് എന്തിനു വേണ്ടി? അതിന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നേച്ചറാണ് അതിന് ആ ടൂള് കൊടുത്തത്, അതിൻ്റെ ആ പേർപ്പസിന് വേണ്ടി, അല്ലേ? അതാണ് അരിസ്റ്റോട്ടിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കീറ്റ്സിൻ്റെ എൻറ്റിമിയോണെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അരിസ്റ്റോട്ടിലിൻ്റെ സോൾ, ബ്യൂട്ടി, ആർട്ട് ആൻഡ് നേച്ചറും ഉണ്ട്. ഈ എൻറ്റിമിയോൺ എന്നുള്ള ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേമസ് ലൈനിലൂടെയാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അപ്പോൾ ഈ ഫേമസ് ലൈൻസ് തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ ഐഡിയ ഓഫ് ബ്യൂട്ടിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. കീറ്റ്സ് പറയുന്നത് ബ്യൂട്ടി എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് ആണെന്നും മീനിങ് ഫുൾ ആണെന്നുമാണ്. ഫിസിക്കൽ ബ്യൂട്ടി അല്ല, ഇന്നർ ബ്യൂട്ടി ആണെങ്കിലും. അപ്പോൾ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ട്രൂത്ത് നൽകുന്ന ഒരു കാര്യമാണെന്നാണ്, ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യമാണെന്നാണ് കീറ്റ്സ് പറയുന്നത്. അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്? ആർട്ടും ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ട്രൂത്തിനെ റിവീൽ ചെയ്യുന്ന കാര്യമാണെന്നും അതുതന്നെയാണ് ആര് പറഞ്ഞേക്കുന്നത്? കീറ്റ്സും പറഞ്ഞേക്കുന്നത്. അതായത് ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എലവേറ്റ് ചെയ്യുന്നു, നമ്മുടെ സോളിനെ നറിഷ് ചെയ്യുന്നു. ഇനി കീറ്റ്സിൻ്റെ എൻറ്റിമിയോണിനകത്തൊരു ഏൻഷ്യൻ്റ് മിത്ത് ഓഫ് എ ഷെപ്പേർഡ് പറയുന്നുണ്ട്. ഷെപ്പേർഡിനെ മൂൺ ഗോഡസ് ആയിട്ടുള്ള സെലീൻ ലവ് ചെയ്യുന്ന ഒരു മിത്ത് പറയുന്നുണ്ട് ഈ പോയത്തിനകത്ത്. അരിസ്റ്റോട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ആർട്ട് ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ്, പക്ഷേ അതിനകത്ത് മീനിങ്ങും ആഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് കീറ്റ്സും പറയുന്നത്. കീറ്റ്സ് എന്താണ്? ഒരു ഓൾഡ് സ്റ്റോറി എടുത്തിട്ട് അതിനകത്ത് ഇമോഷൻസും ഇമാജിനേഷനും ഫിലോസഫിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി അതിനെ ഒരു കവിതയാക്കി മാറ്റി. അപ്പോൾ അത് ലവ് സ്റ്റോറി മാത്രമാണോ ആവുന്നത്? അല്ല, അതിനകത്ത് ബ്യൂട്ടി ഉണ്ട്, ലോങ്ങിങ് ഉണ്ട്, ഒരു സോളിൻ്റെ, രണ്ട് ആത്മാക്കളുടെ സെർച്ചും ഉണ്ട് ഈ ഒരു സ്റ്റോറിക്കകത്ത്. ഇനി ഈ ഒരു സ്റ്റോറി അതുപോലെ തന്നെ എൻറ്റിമിയോൺ എന്നുള്ള, അതായത് എൻറ്റിമിയോണിൻ്റെ ലവ് ഫോർ മൂൺ ഗോഡസും പറയുന്നുണ്ട് ഇതിനകത്ത്. അത് ഫിസിക്കൽ ലവ് ആണോ? അല്ല, സ്പിരിച്വൽ ആൻഡ് ഐഡിയൽ ആയിട്ടുള്ളൊരു ലവ് ആണ്.
അല്ലേ? അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ സോൾ എന്ന് പറയുന്നത് നോളജും പേർപ്പസും സീക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ എൻറ്റിമിയോണിൻ്റെ ജേണി എന്ന് പറയുന്നത്. ഈ എൻറ്റിമിയോൺ ഈ മൂൺ ഗോഡസിനെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അയാൾക്കും എന്താണ് ഒരു ഇന്നർ ഗ്രോത്ത്, അയാളുടെ മൈൻഡിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അയാളും പല കാര്യങ്ങളും സെർച്ച് ചെയ്തുകൊണ്ടും ഇരിക്കുവാണ്. കീറ്റ്സ് നാച്ചുറൽ ബ്യൂട്ടിയെ ഫ്ലവറായിട്ടും ഫോറസ്റ്റ് ആയിട്ടും ഈ സ്ട്രീംസ് ആയിട്ടും സ്റ്റാർസ് ആയിട്ടുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അരിസ്റ്റോട്ടിലും എന്താണ് പറയുന്നത്, കീറ്റ്സും അരിസ്റ്റോട്ടിലും ഒരേപോലെയാണ് പറയുന്നത്. നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫുൾ ഓഫ് മീനിങ് ആൻഡ് പേർപ്പസ് എന്നാണ് പറയുന്നത്. നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലിങ്ക് ടു ഇമോഷൻ, സോൾ ആൻഡ് ബ്യൂട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കീറ്റ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടി ഇമോഷനെയും സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അരിസ്റ്റോട്ടിലും ആർട്ടിന് വാല്യൂ ചെയ്യുന്നു. അപ്പോൾ എൻറ്റിമിയോൺ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഐഡിയ ഓഫ് ആർട്ട് വിത്ത് സോൾ ആൻഡ് പേർപ്പസിനെ എന്ത് ചെയ്യാണ്, പോയറ്റിക് ഫോമിൽ പറയുന്നതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്.